അപ്പോൾ നജീം അർഷാദിൻ്റെ എൻ്റെയും കൂടിയിട്ടുള്ള ഒരു വർക്കാണത്. അത് പ്രിയ ഗാനങ്ങൾ. അതിലുള്ള രണ്ടുപേര് അതിലുള്ള ഒരു പോയട്രിക് വർക്കായിരുന്നു റഫീഖ് അഹമ്മദിൻ്റെ. കടലിനോടൊന്നും പറയുവാനില്ലിനി, കടലിനോടൊന്നും പറയുവാനില്ലിനി. എനിക്കറിയാലോ, ദർ ഈസ് എ ഡിബേറ്റ്, മ്യൂസിക് ഹറാം ഹലാൽ. ആ ഒരു ഡിബേറ്റ് എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു പാട്ടുകാരനാണ്, ഹാഷിം റഹ്മാൻ. ഹാഷിം റഹ്മാൻ ഒഫീഷ്യൽ. വെൽക്കം. താങ്ക് യു ഫോർ ദ ഷോ. നമ്മൾ പാട്ടുകാരനാണെന്ന് പറയുമ്പോൾ പ്രവാസിയുമാണ്, പാട്ടുകാരനുമാണ്. ഈ പാട്ടുകാരനായത് എങ്ങനെയാണ്? പാട്ടുകാരനായത് ആക്ച്വലി ഞാനിങ്ങനെ ട്രെയിൻഡ് ആയിട്ട് ആയതല്ല. ബൈ ദ വേ, ആസ് എ ജേണി. ഞാൻ പഠിക്കുന്ന സമയത്ത് പബ്ലിക്കിൽ പാടാറില്ല, പേഴ്സണലി പാടുന്നു. പിന്നീട് കോളേജിലൊക്കെ ഹയർ സ്റ്റഡീസിൻ്റെ സമയത്താണ് ആക്ച്വലി ഞാൻ ഈ കല്യാണ വീടുകളിലൊക്കെ പാടിയിട്ടാണ്. ആ സമയത്ത് മാപ്പിളപ്പാട്ട് അങ്ങനെയൊക്കെ ആണ്. പിന്നീട് ഒരിക്കൽ ഒരു നോമ്പ് കാലത്ത് വടകര താഴങ്ങാടി, എൻ്റെ സ്ഥലം താഴങ്ങാടി, അവിടെ ഒരു നോമ്പ് കാലത്ത് ഒരു പാട്ട് ഞാൻ കേൾക്കാനിടയായി. ഒരു കാസറ്റ് ഷോപ്പിൽ നിന്ന്. അത് റഫീ സാഹിബിൻ്റെ ഒരു പാട്ടായിരുന്നു. ശരിക്കും അതാണ് എൻ്റെ ടേണിങ്. ശരി, ആ പാട്ട് കേട്ടതോടുകൂടി ഞാൻ പിന്നെ അതിൻ്റെ കളക്ഷൻ വാങ്ങുന്നത്. അത് ആക്ച്വലി മുഹമ്മദ് റഫീൻ്റെ പാട്ടാണ്, പക്ഷേ അത് സീരീസ് സോനു നിഗം ചെയ്ത ഒരു സീരീസ് ആയിരുന്നു. 90s ഉണ്ടായിരുന്ന ഒരു സീരീസ് ആണ്, റഫീഖി യാദ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 20-ലധികം വോളിയം വന്നിരുന്നു. അതിലൊരു പാട്ട് ശരിക്കും എന്നെ അട്രാക്റ്റ് ചെയ്തു കേട്ടപ്പോൾ. അങ്ങനെ അതിൻ്റെ കളക്ഷൻ വാങ്ങാൻ തുടങ്ങി. അതിൻ്റെ ടിപ്സ്, ഇങ്ങനെ സീരീസ് ടിപ്സിൻ്റെ ഒക്കെ ഒരുപാട് സീരീസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നീട് ആ കളക്ഷൻ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ റഫീലേക്ക് എത്തുന്നത്. ആക്ച്വലി ബേസിക്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പാടിയത് എവിടെ നിന്നാണ്? ആദ്യമായിട്ട് പാടിയതൊക്കെ കല്യാണ വീടുകളിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലെ കല്യാണ വീടുകളിലൊക്കെ തന്നെയാണ് പാടിയത്. അതിലൊരു ഓർമ്മ? ആദ്യമായിട്ട് പാടിയ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് ആണ് പാടിയത്. അത് മാപ്പിളപ്പാട്ടാണ് പാടിയത്. പക്ഷേ ഞാൻ പറയുന്നത് ആസ് എ ജേണി. പിന്നെ മാപ്പിളപ്പാട്ട് ഇപ്പോഴും നമ്മൾ പാടുന്നുണ്ട്, പക്ഷേ കുറേയൊക്കെ ഡൈവേർട്ടായി. പിന്നെ മുഹമ്മദ് റഫി അങ്ങനെ കുറച്ചുകൂടി ക്ലാസിക്കലി ആ ഒരു ഏരിയയിലേക്ക് വന്നു. ക്ലാസിക്കലി പിന്നെ ഗസൽസ് അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പാട്ട് ഞാൻ കേട്ടില്ല, സോനു നിഗം പാടിയ റഫീഖി യാദിൻ സീരീസിൻ്റെ. ഓക്കെ. പിന്നീട് ആ പാട്ടിന് ശേഷമാണ് ഞാൻ റഫിയുടെ കളക്ഷൻസ് എനിക്ക് കിട്ടിയത്. ഒരുപാട് കളക്ഷൻസ് ഞാൻ കളക്ട് ചെയ്തു. പിന്നെ ബേസിക്കലി ഞാൻ പിന്നീട് ഒരു റഫി, ആക്ച്വലി ഞാനൊരു ഹാഫ് ട്രെയിൻഡ് മ്യൂസിഷ്യനാണ്. കംപ്ലീറ്റ്ലി ട്രെയിൻഡ് അല്ല, കുറച്ചൊക്കെ ട്രെയിൻഡാണ്. പക്ഷേ ബേസിക്കലി എൻ്റെ ഒരു മ്യൂസിക് ബേസ് എന്ന് പറയുന്നത്, സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് മുഹമ്മദ് റഫീൻ്റെ പാട്ടുകളാണ്. ജസ്റ്റ് ലിസണിങ് ആണ് റഫിയുടെ ആ ഒരു ക്ലാസിക്കലി ആൻഡ് ഫിലിമി സോങ്സ് എന്നോട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു കല്യാണ വീട്ടിലൊക്കെ പാടി എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ അപ്പം അത് നാട്ടിൽ നിന്ന് ഒരു സീരിയസ് ആയിട്ട് പരിപാടി അതങ്ങനെ പിന്നെ നമ്മളൊരു ട്രൂപ്പായിട്ടൊക്കെ പോയിരുന്നു. പിന്നെ തുടക്കത്തിൽ നമ്മുടെ നാട്ടിലൊരു ക്ലബ്ബുണ്ട്, നിങ്ങൾക്കറിയാം, താഴങ്ങാടിയിൽ ഒരുപാട് ക്ലബ്സ് ഉണ്ട്. ലൈക്ക് ഗസൽസ്, ഗസലല്ലാത്ത ക്ലബ്ബുകളെല്ലാം ഉണ്ട്. അപ്പോൾ സ്വരമാധുരി എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട് എൻ്റെ നാട്ടിൽ. ഞാൻ താഴങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് കുറച്ചുകൂടി ഒരു 3 കിലോമീറ്റേഴ്സ് അവേ. അപ്പോൾ അവിടെ നിന്ന് സ്വരമാധുരിയിൽ നിന്ന് നമ്മളിങ്ങനെ രാത്രിയൊക്കെ പാടും. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നീട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സ്വരമാധുരിയിലൂടെ പാടി, പിന്നെ കല്യാണ വീട്ടിൽ പാടി. പിന്നീട് വരുന്നത് ഞാൻ 2011-ലാണ്. ആ സമയത്ത് ഹാഷിർ വടകര ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഫീൽഡിലേക്ക്. ഹാഷിർ വടകരയുടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, പ്രിയ ഗാനങ്ങൾ എന്നുള്ള വർക്ക്. പ്രിയ ഗാനങ്ങൾ എന്നുള്ള ഒരു കാസറ്റായിരുന്നു അത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആൽബം. അതിൽ ഞാനും നജീം അർഷാദായിരുന്നു പാടിയിരുന്നത്. നജീം അർഷാദ് ഐഡിയ ആ സമയത്ത് നജീം ഇതിൽ സിനിമയിൽ വന്നിട്ടില്ല. ഐഡിയ സ്റ്റാർ സിംഗിൽ മാത്രം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നജീം അർഷാദിൻ്റെ എൻ്റെ രണ്ടാൾ മാത്രമുള്ള ഒരു വർക്കായിരുന്നു അത്. നാട്ടിൽ നിന്ന്. ആ സമയത്ത് ഞാൻ ഗൾഫിൽ വന്നിട്ടില്ല. അപ്പോൾ നജീം അർഷാദിൻ്റെ എൻ്റെയും കൂടിയിട്ടുള്ള ഒരു വർക്കാണത്. അത് പ്രിയ ഗാനങ്ങൾ. അത് ആക്ച്വലി അതിലെ 2-3 ഗാനങ്ങൾ ആ സമയത്ത് നമ്മളെ ലോക്കലി ആ ഒരു പിന്നെ വൈഡ് സ്പ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിലൊക്കെ കുറേ കൂടി ഡെപ്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ആഷിറാണ്. ലിറിക്സ് ആൻഡ് മ്യൂസിക് കംപ്ലീറ്റ്ലി ആഷിറായിരുന്നു. ആഷിർ വടകര ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ. പിന്നെ പ്രവാസത്തിലേക്ക് അപ്പോൾ ഏത് സമയത്ത് എത്തിയേ? പ്രവാസത്തിലേക്ക് വരുന്ന പ്രിയഗാനങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ചില ആൽബംസിലൊക്കെ പിന്നെ ആഷിറിൻ്റെ തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. ഫോർ നമ്മുടെ മില്ലേനിയം ഓഡിയോസ്, കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള മില്ലേനിയം ഓഡിയോസ് ഫിലിമിലൊക്കെ ചെയ്യുന്നതാണ്. അതിൽ ചില പാട്ടുകളൊക്കെ വരാറുണ്ട്. പിന്നെ SR മീഡിയയിലൊക്കെ എൻ്റെ ചില പാട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ
ആസ് എ ഞാനൊരു കംപ്ലീറ്റ്ലി ഒരു മ്യൂസിഷ്യനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുമല്ലോ. പിന്നെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഞാൻ MBA കഴിഞ്ഞായിരുന്നു 2008. MBA കഴിഞ്ഞ് ഞാൻ പിന്നെ ജോലി ആവശ്യാർത്ഥം ഞാൻ ഖത്തറിലേക്ക് പോയി. ഖത്തറിൽ നിന്ന് പിന്നെ ബഹ്റൈനിലെത്തി 2012. അതിനുശേഷം പിന്നെ ഇവിടെയുള്ള പല പബ്ലിക് പ്രോഗ്രാംസിലും ആസ് യു നോ എല്ലാ പബ്ലിക് പ്രോഗ്രാംസിലും അധികം ഞാൻ പാടാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് വരുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ് പിന്നണി റഫീഖ് അഹമ്മദിൻ്റെ ഒരു ചാനലിൽ ഒരു വർക്കായിരുന്നു, ഒരു പോയട്രിക്ക് വർക്കായിരുന്നു, സത്തോരി എന്ന് പറഞ്ഞിട്ട്. അതിൽ എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി, അതിൽ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുള്ള ഒരു പോയട്രിക്ക് വർക്കായിരുന്നു റഫീഖ് അഹമ്മദിൻ്റെ. കടലിനോടൊന്നും പറയുവാനില്ലിനി, കടലിനോടൊന്നും പറയുവാനില്ലിനി, അങ്ങനെ ഒരു സാധനമാണ്. എനിക്ക് കംപ്ലീറ്റ് ഓർമ്മയില്ല, കുറച്ചായി അത് ചെയ്തിട്ട്. അതിനുശേഷമാണ് ഞാൻ ആക്ച്വലി നമ്മുടെ മനോരമ മ്യൂസിക്കിൽ എൻ്റെ വർക്ക് വരുന്നത്. 2-3 വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ആസ് എ മ്യൂസീഷ്യൻ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് മനോരമ മ്യൂസിക്കിലൊക്കെ വർക്ക് വരാമെന്നല്ല. അങ്ങനെ 2-3 വർക്ക് വന്നു. അത് എനിക്ക് ഐ ഫീൽ പ്രൗഡ്. അതിനുശേഷം പിന്നെ സാബിർ അബ്ബാസ് എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്, ഒരു യങ് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ സൂഫി എന്നുള്ളൊരു സിനിമയിൽ ഒരു സോങ് വന്നിരുന്നു. അങ്ങനെയാണ് ഈ ജേണി വരുന്നത്. അപ്പം അതിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ അതിൻ്റെ ഇടയിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഒരു ഫിക്സഡ് ജോലിയിലേക്ക് പിന്നെ നമുക്ക് പോകേണ്ടി വന്നു. പിന്നെ ഈ പാട്ടുമായിട്ട് നടക്കുമ്പോൾ പല ആൾക്കാരും കളിയാക്കലോ അല്ലെങ്കിൽ പിന്നെ വിമർശനമൊക്കെ ഉണ്ടാവില്ലേ? അല്ല, ക്രിറ്റിസിസം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഐ എം കമ്മിങ് ഫ്രം ബേസിക്കലി നമ്മുടെ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കറിയാം, ആ ഒരു ഡിബേറ്റിൽ നമ്മൾ പലരുടെയും ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഡിബേറ്റ് എന്നല്ല, നമ്മൾ ചില സമയത്ത് ആർഗ്യൂ ചെയ്യേണ്ടി വരും. അതായത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ചിലത്. കാരണം ഇത് ദർ ഈസ് എവിഡൻസ്, ദർ ഈസ് നോൺ എവിഡൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആർഗ്യുമെൻറ്റ്സ് ചെയ്ത് നമുക്കങ്ങനെ ഡൊമിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എങ്കിലും നമ്മൾ ആ രീതിയിലുള്ളൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഞാൻ കംപ്ലീറ്റ്ലി ഒരു മ്യൂസീഷ്യൻ അല്ല, ഇപ്പോഴും അങ്ങനെയല്ല. ഞാൻ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഒരു സൈഡിലൂടെ എൻ്റെ ജോലിയോടുകൂടി. അതുകൊണ്ട് അങ്ങനെ വലിയൊരു പ്രശ്നമില്ല. അപ്പോൾ പാഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു ടേണിംഗ് പോയിന്റ് ഓൺലൈൻ രംഗത്ത് സജീവമാകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടിവേഷന് അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശരിക്കും, പ്രത്യേകിച്ച് കേരളത്തിലും മറ്റു അതിലും ഈ മ്യൂസിക് എന്ന് പറയുന്നത് മോർ ദാൻ 90% ഫിലിം ബേസ്ഡാണ്. ബിക്കോസ് സിനിമ എന്ന് പറയുന്നത് വലിയൊരു ക്യാൻവാസാണ്. അപ്പോൾ സിനിമ ബേസ്ഡ് ആണ്. സിനിമയ്ക്ക് വലിയൊരു പ്രൊമോഷൻ ബഡ്ജറ്റ് ഉണ്ടാവും, 20-25% പ്രൊമോഷൻ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് ആക്ടേഴ്സ്, ഹീറോസിൻ്റെ ഒക്കെ ഫാൻ ബേസ് ചെയ്തിട്ടുള്ള പ്രൊമോഷനായിരിക്കും. അപ്പം ഫിലിം ബേസ്ഡാണ് പാട്ട് ഇന്ത്യയിൽ. പക്ഷേ അതർ കൺട്രീസ് നോട്ട് ലൈക്ക് ദാറ്റ്. മറ്റുള്ള കൺട്രീസിൽ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റാണ്, സിനിമ ബേസ്ഡ് അല്ല പാട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന യൂട്യൂബിൻ്റെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം അതിൽ ഇപ്പോഴും ഒരു 20-25% ആക്സെപ്റ്റൻസേ ഉള്ളൂ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്. പക്ഷേ ഒരു ഗ്രോയിങ് ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ സിനിമയിൽ നിങ്ങൾക്കറിയാം, പണ്ട് സിനിമയിൽ പാടുന്ന ആൾക്കാർ തന്നെ പാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, 1-2 പാട്ടുകളാണ് ആരെങ്കിലും പാടിയാൽ തന്നെ പാടുന്നത്. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിലേക്ക് മാറുന്നുണ്ട്, ആ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫോർകാസ്റ്റ് കണ്ടുകൊണ്ട് തന്നെ ഞാനൊരു ചാനൽ തുടങ്ങുന്നത് 2017 HR ഒഫീഷ്യൽ ചാനൽ തുടങ്ങി. ആ ചാനലിൽ ഇപ്പോൾ ഏകദേശം 30ഓളം സോങ്സ് ഉണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് സ്വന്തം സോങ്സ് ഉണ്ട്. 1-2 മില്യൺ വ്യൂസ് എല്ലാം ഉണ്ട്. ആ സമയത്ത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മനോരമ മ്യൂസിക്കിലും ഒക്കെ പാടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു പിന്നെ ഈ HR ഒഫീഷ്യലിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ആൽബം ചെയ്യണം, അതിൻ്റെ പിന്നെ എഡിറ്റിങ്, അതിൻ്റെ ഷൂട്ടിങ് എല്ലാം. അതെ, അത് ആക്ച്വലി ഈ HR ഒഫീഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ഓൺ പ്രൊജക്റ്റാണ്, എൻ്റെ ഓൺ ചാനലാണ്. അതിലാണ് എൻ്റെ സോങ്സൊക്കെ വരുന്നത്, കൂടുതൽ കവർ സോങ്സ്, ഒറിജിനൽ സോങ്സ് ഒക്കെ വരുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഐഡിയാസും എക്സിക്യൂഷനൊക്കെ ഞാൻ തന്നെയാണ്. അതിൻ്റെ ഫിനാൻഷ്യലൊക്കെ ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്ത് എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ ലൈവൊക്കെ പാടുമ്പോൾ ഇൻകം വരും, അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ HR ഒഫീഷ്യൽ പിന്നെ കുറച്ചുകൂടി സജീവമായി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്,
അല്ല സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് മെയിൻ. നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കാരണം കാസറ്റിൻ്റെ കാലം കഴിഞ്ഞു. കാസറ്റിൻ്റെ കാലത്ത് തന്നെ ഞാൻ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ കൂടുതൽ നമ്മൾ സജീവമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നമ്മളെ മാർക്കറ്റ് ചെയ്യുക, നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ട മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ 2008 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് MRF മുഹമ്മദ് റഫി ഫൗണ്ടേഷൻ്റെ ഓൾ കേരള മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റ് റണ്ണറായിരുന്നു. ആ റണ്ണറപ്പിൽ അതിൻ്റെ ജഡ്ജ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ആസ് എ സെക്കൻഡ് പൊസിഷനിൽ വന്നത് സ്റ്റേറ്റ് ലെവലാണ്, അതുകൊണ്ട് സെക്കൻഡ് പൊസിഷൻ പോലും വലിയൊരു കാര്യമായിരുന്നു എനിക്ക് ആ സമയത്ത്. പക്ഷേ ആ ജഡ്ജ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സമ്മാനം മേടിക്കുന്ന സമയത്ത്, പിന്നെ ഈ ഫീൽ, അതായത് പാട്ടിലുള്ള ഒരു ഫീൽ ശരിക്കും ഒരു ജീവനുള്ള പാട്ടാണ് ഞാൻ 2 സോങ്ങാണ് പാടിയത്. അപ്പോൾ അത് എനിക്ക് വലിയൊരു മോട്ടിവേഷനായിരുന്നു. ക്രിറ്റിസിസ് ആയിട്ടല്ല, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു, അതാണ് ആക്ച്വലി ഒരു ചാലഞ്ച്. പിന്നെ ഒന്ന് നമ്മൾ ശരിക്കും റിലീജിയസ് എന്ന് പറയുമ്പോൾ പാട്ട്, അതെ, പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മതപരമായിട്ടുള്ള കുറേ സംവാദങ്ങൾ നേരിടുന്ന ഒരു സംഭവമാണ് പാട്ട്, സിനിമ, അതൊക്കെ. അപ്പോൾ അതിൽ ഇപ്പോഴൊക്കെ കുറേ മാറിയെങ്കിലും ഇപ്പോഴും അത് ലൈവാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ച് എപ്പോഴും നമ്മളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് സ്ട്രഗിളാണ്. സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളെപ്പോൾ സ്ട്രഗിൾ ചെയ്യും. പിന്നെ ഞാൻ MBA കഴിഞ്ഞ സമയത്ത് പിന്നെ ഗൾഫിലൊക്കെ വരുന്നതിന് മുമ്പും ജോലിയൊക്കെ ഇങ്ങനെ മാറിക്കളിക്കുന്ന സമയത്തും ഓൾറെഡി ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം. ആ സമയത്ത് നമ്മൾ ഈ പാട്ടെന്ന് പറയുമ്പോഴും നമുക്ക് പ്രോപ്പർ ഇൻകം ഇല്ലെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്യണം. അപ്പോൾ ഇൻകം വൈസ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനീഷ്യലൊക്കെ. പിന്നെ ഇപ്പോൾ ഗൾഫിലൊക്കെ വന്ന് ബഹ്റൈനിലൊക്കെ സെറ്റായപ്പോൾ ഇവിടുന്ന് ലൈവൊക്കെ പാടി, അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ ഇൻകം ഒക്കെ വന്നു. പിന്നെ നമ്മൾ ജോലിയൊക്കെ സെറ്റ് ആകുമ്പോൾ ആ ഒരു സ്ട്രഗിൾ. പക്ഷേ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ആസ് എൻ ആർട്ടിസ്റ്റ് ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രഗിളാണ്. അതാണ് ഏറ്റവും വലിയൊരു സ്ട്രഗിൾ. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഒരു പാഷനെ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നതിൽ, എസ്പെഷ്യലി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അതെ, ഒരു ചലഞ്ചല്ലേ? ചലഞ്ചാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഐ ആം എ MBA ഗ്രാജുവേറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹൗ ടു ബിൽഡ് മൈ ഓൺ ബ്രാൻഡ്, അങ്ങനെയാണ് HR ഒഫീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഷിം റഹ്മാൻ ഒഫീഷ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ പേര് ഹാഷിം ചേരണ്ടവിടെ എന്നായിരുന്നു. പിന്നീടാണ് അത് ഹാഷിം റഹ്മാൻ, എൻ്റെ ഫാദറിൻ്റെ പേര് റഹ്മാൻ, എൻ്റെ ടൈറ്റിൽ മാറ്റി അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് പിന്നീട് HR ഒഫീഷ്യൽ, ഹാഷിം റഹ്മാൻ ഒഫീഷ്യലിൻ്റെ ഷോട്ട്. അങ്ങനെ പിന്നെ ചാനൽ വരുന്നത്. ചാനലിൽ ഇപ്പോൾ 10-30 സോങ്സ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിലൊക്കെ സജീവമാകുന്നതും അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് പിന്നീടാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു സോങ് ചെയ്താൽ തന്നെ ഞാൻ പ്രീ പ്രൊമോഷനും പോസ്റ്റ് പ്രൊമോഷനൊക്കെ ചെയ്യാറുണ്ട് ഞാൻ തന്നെ. കാരണം അത് പല രീതിയിൽ ഗൂഗിൾ പ്രൊമോഷനായിട്ടും പിന്നെ മൈ ഓൺ പ്രൊമോഷനായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാരണം അത് വേണം. അല്ല, തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് ഒരു ബഹ്റൈനിലൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ, അതിൽ എനിക്ക് തോന്നുന്നു ഹാഷിമിന് നല്ലൊരു റോളുണ്ട് തോന്നുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ വരുന്ന പ്രവാസികളായിട്ടുള്ള പല പാട്ടുകാരുമുണ്ട്. ഇപ്പോൾ ഈ ഫീൽഡിലുള്ള പല ആളുകളുണ്ട്. അവരോട് പറയാൻ പറ്റുന്ന ഒരു കമൻറ്റ് എന്താണ്? അവരോട് പറയുന്ന കമൻറ്റ് ആക്ച്വലി ഞാനങ്ങനെ മറ്റുള്ളവർക്ക് കമൻറ്റ് കൊടുക്കാനുള്ളൊരു സ്റ്റേജിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഫോർ ദ സേക്ക് ഓഫ് ആൻസർ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാഷനാണെങ്കിൽ അതിനോട് ആത്മാർത്ഥത കാണിക്കാന്നുള്ളത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പൈസ എന്ന് പറഞ്ഞിട്ട് ഇതിനെ സമീപിക്കരുത്. നമ്മൾ പാഷനാണെങ്കിൽ പാട്ട്, പൈസ നമ്മളെ കൂടെ വരും, പക്ഷെ പൈസ എന്ന് പറഞ്ഞ് സമീപിക്കുക നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ക്വാളിറ്റി ഇപ്പോൾ ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് തുടക്കത്തിലൊന്നും ആവരുണ്ടായില്ല, പിന്നീട് എനിക്ക് ഇങ്ങോട്ടൊക്കെ മനസ്സിലായത് പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിറിക്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ലിറിക്സ് നല്ല സാഹിത്യം ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല ലിറിക്സ് അല്ലെങ്കിൽ അതിന് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പാടുന്നതാണ്, ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഹിറ്റ് ഗാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ത്രൂ ഔട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലെഗസി ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ലിറിക്സ് സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പാടുന്ന പാട്ടുകളിലൊക്കെ നല്ല ലിറിക്സൊക്കെയാണ്, നല്ല കവികളൊക്കെയാണ് എഴുതുന്നതെങ്കിൽ അതിൽ കുറച്ച് മീനിങ് ഫുൾ ആണെങ്കിൽ ആ പാട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഒരു ലോങ് ടൈമിലൊരു ലെഗസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആസ് എൻ ആർട്ടിസ്റ്റ്.
അപ്പോൾ പെട്ടെന്ന് കുറച്ച് പാട്ടുകൾ ഹിറ്റായി അങ്ങ് പോകുന്നതിന് പകരം ഒരു ലോങ് ടേമിൽ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു 2 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മളെപ്പോൾ ലിറിക്സ് ശ്രദ്ധിക്കാം. ഏതൊരു സിംഗറിനോടും പറയുന്നത് ലിറിക്സ്, നല്ല ലിറിക്സ് വെച്ച് ചെയ്യാം, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാം. രണ്ടാമത്തത്, പൈസയ്ക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാം, എവിടെയും പാടാം, എന്തും പാടാം, എന്തും ചെയ്യാം. അപ്പോൾ നമ്മളെ ക്വാളിറ്റി, നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് എനിക്ക് പറഞ്ഞാൽ അത് ചെയ്യരുത്. നമ്മൾ പാഷൻ ചെയ്യുക, നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുക, പൈസ നമ്മുടെ കൂടെ വരും, നമ്മൾ പിറകെ, പൈസൻ്റെ പിറകെ നമ്മൾ പോകണ്ട. ഈ ഒരു 2 ഇതാണ് കാര്യം. അമീർ അബ്ബാസിൻ്റെ ഒരു സൂഫി എന്ന് പറഞ്ഞ ഒരു സിനിമ, അത് ആക്ച്വലി കൊമേഴ്ഷ്യൽ ഫിലിമല്ല, ഒരു ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉള്ള ഒരു ഫിലിമാണ്. അതിലൊരു സോങ് അത് മില്ലേനിയം ആയിരുന്നു അത് ചെയ്തത്. മില്ലേനിയം ഓഡിയോസാണ് അതിൻ്റെ വർക്ക് ചെയ്തത്, ഓഡിയോ വർക്ക്. അപ്പോൾ മില്ലേനിയസിൻ്റെ സ്റ്റുഡിയോ കോഴിക്കോട് നിന്നാണ് അത് പാടിയത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ആശീർ വടകരയായിരുന്നു എൻ്റെ ലിറിക്സ് ചെയ്ത്. അതിൻ്റെ പാട്ട് 2 വരി പാടാം. തെളിയുന്നു ഇരുൾമാനം, തിരിയുണരും സ്വപ്നം, ഉണരുന്നു അതുവാനും. ലിറിക്സ് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അത് കുറച്ചായി പാടി, 2-3 വർഷം മുമ്പ് ചെയ്തൊരു പാട്ടാണ്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ റഫീഖ് അഹമ്മദിൻ്റെ വർക്ക് വരുന്നത്, പിന്നെ റഫീ റിസറക്ഷൻ വർക്ക്. അപ്പം എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എൻ്റെ വർക്ക് പറയാനുള്ളത് റഫീ റിസറക്ഷൻ പ്രോജക്റ്റാണ്. ഇപ്പോൾ 9 വർക്ക് വന്നല്ലോ. അതിങ്ങനെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന നമ്മളെ ഒരു പേഴ്സണൽ പ്രോജക്റ്റാണ്. അപ്പോൾ അത് എപ്പോഴും കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അതാണ് നമ്മുടെ പേഴ്സണൽ പ്രോജക്റ്റ്. പിന്നെ ഇപ്പോൾ അപ്കമിങ് പ്രോജക്റ്റ് ഒരു ഗസൽ വരുന്നുണ്ട്. ഇല്യാസ് കടമ്പേരിയാണ് അത് ചെയ്തിരിക്കുന്നത്. പ്രോജക്റ്റുകളിലൊന്നും പാട്ടൊന്നും പാടില്ല കേട്ടോ. അതൊരു ഗസൽ ഇപ്പോൾ അടുത്ത മാസം റിലീസ് ചെയ്യുന്നത് നീല വാനില എന്നുള്ള ഒരു ഗസലാണ്. ഇല്യാസ് കടമ്പേരിയാണ് അതിൻ്റെ ലിറിക്സ്, മ്യൂസിക് ഞാൻ തന്നെ ചെയ്ത പാട്ടാണ്. അപ്പോൾ അതിലെ 2 പേര് പാടുമ്പോൾ, നീലവാനിലേ വെണ്ണില പൂവും മാഞ്ഞു പോയി, ഒരു ഗസലാണ്, ഒരു മലയാളം വർക്ക്. ഇതിന്റെ മ്യൂസിക് ആര് ചെയ്തെന്ന്? മ്യൂസിക് ഞാൻ തന്നെ ചെയ്തത്. അതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് പാടും, കമ്പോസ് ചില സമയത്ത് കമ്പോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ലിറിസിസ്റ്റ് ആണോ? അല്ല, ലിറിക്സ് ചെയ്യാറില്ല. ലിറിക്സ് ആശീർ വടകര, അതുപോലെ പിന്നെ ഇല്യാസ് കടമ്പേരി, അങ്ങനെ പലരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്കമിങ് പ്രൊജക്റ്റാണ് നുസ്രത് ഫത്തേ അലി ഖാൻ. ഫത്തേ അലി ഖാൻ്റെ കുറേ പാട്ടല്ല, ഫത്തേ അലിൻ്റെ എല്ലാ പാട്ടും ഇപ്പം ബാൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ, അറിയാമല്ലോ. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സംഭവം കൂടിയുണ്ട്. ഇതൊന്ന് കഴിഞ്ഞ വർഷം എല്ലാ പാകിസ്ഥാനി ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളും എല്ലാ ജീനിയസ് വർക്കും ആർട്ട് വർക്കും എല്ലാം ബ്ലോക്കാണ് ഇപ്പോൾ. നമ്മുടെ ഇന്ത്യയിലെ ഒരു ചാനലിലും എല്ലായിടത്തും ബ്ലോക്ക്, ഒന്നും കിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഗൾഫിലായതുകൊണ്ട് നമുക്ക് കിട്ടും. കാരണം ചാനൽ നമുക്ക് ബഹ്റൈനിൽ നിന്ന് ഇരുന്ന് കിട്ടും. അപ്പോൾ ഇന്ത്യയിലൊക്കെ നമുക്കിപ്പോൾ ആക്സസ് അല്ല ഒരു പാട്ട്. പക്ഷേ ഭയങ്കര ജീനിയസ് ആയിരുന്നു ഉസ്താദ്. അപ്പോൾ അവരെ ഒരു പാട്ട്, അതിൻ്റെ ഒരു റീമേക്ക് പോലെ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മലയാളം വർക്കിൻ്റെ കൂടെ. പിന്നെ റഫീ റിസറക്ഷനിലെ 2-3 പാട്ടുകൾ. ഈ പാട്ട് പിന്നെ ആഫ്രീൻ എന്നുള്ളൊരു സോങ്, അത് നല്ലൊരു പോയട്രി ആയിട്ടുള്ള ആഫ്രീൻ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഫ്രാക്ഷനല്ലേ സൂഫി സോങ്സ്? സൂഫി സോങ്സ് ഞാൻ 2-3 സോങ്സ് പാടിയിട്ടുണ്ടായിരുന്നു. മക്കയിലോ മദീനയിലോ എന്നൊക്കെയുള്ള ആഷിറിൻ്റെ സോങ്സ് പാടിയിട്ടുണ്ടായിരുന്നു, സൂഫി സോങ്സ്. പക്ഷേ മെയിനായിട്ട് ഗസൽസ് തന്നെയാണ് ഞാൻ, ഗസൽസ് അതുപോലെ തന്നെ മെലഡീസ് ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വരി മലയാളം ഗസൽസ്. ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ, നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമവിടെ തപസിരുന്നു. സുനയനേ സുമുഖി സുമവദനേ സഖി, സുനയനേ സുമുഖി സുമവദനേ സഖി. പ്രമദാവനം മലരണിഞ്ഞു, പ്രണയസൗരഭം വഴിഞ്ഞു.
പ്രമദാവനം മലരണിഞ്ഞു പ്രണയസൗരഭം വഴിഞ്ഞു സുനയനേ സുമുഖി സുമവദനേ സഖി. ഇത്ര നേരം പാട്ടും പറച്ചിലുമായിട്ട് ലീഡേഴ്സ് ലോഞ്ചിൻ്റെ കൂടെ കൂടിയ ഹാഷിം റഹ്മാൻ, താങ്ക് യു. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു.